പ്രഗ്നൻസി സമയത്ത് നമുക്ക് വൈൻ കൺസ്യൂം ചെയ്യാമോ അല്ലെങ്കിൽ ഏതൊരു ആൽക്കഹോളിക് ബെവറേജ് കൺസ്യൂം ചെയ്യാമോ? ഇത് ചിലവർക്കുള്ള ഒരു ഡൗട്ടാണ്. അവർ വൈനിന്ന് യൂസ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു അത്ര ഹാർഡ് ഡ്രിങ്ക്സ് എൻജോയ് ചെയ്യുന്നില്ലെന്ന് പറയാനായിരിക്കും. ബട്ട് എനി ടൈപ്പ് ഓഫ് ആൽക്കഹോൾ ഈസ് കൺസിഡേർഡ് അൺസേഫ് ഇൻ പ്രഗ്നൻസി. നമുക്ക് എത്ര എമൗണ്ട് ആണെങ്കിൽ പോലും അത് പ്രഗ്നൻസിയിൽ ഇത്ര എടുത്താൽ കുഴപ്പമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എത്ര എടുത്താലും അതൊരു പ്രശ്നം തന്നെയാണ്. ബിക്കോസ് അത് ഡയറക്ട്ലി വിത്തൗട്ട് എനി ഓൾട്ടറേഷൻ ബേബിയുടെ ബോഡിയിലോട്ട് ചെല്ലും. നമ്മുടെ പ്ലസൻറ്റ ക്രോസ് ചെയ്ത് ബേബിയുടെ ബോഡിയിലോട്ട് ചെല്ലും. ആൻഡ് ബേബിക്ക് ആ ആൽക്കഹോളിനെ മെറ്റബലൈസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ സിസ്റ്റം ഇല്ല. സോ അത് ഡയറക്ട്ലി ബേബിയുടെ ഡെവലപ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യും. സോ ഫിസിക്കലി നമ്മുടെ ബോഡീനെ, അതായത് ബേബിയുടെ ബോഡിയിൽ കുറച്ച് ഡിഫക്ട്സ് ഉണ്ടാക്കും. സോ അതുകൊണ്ട് തന്നെ ഏത് ടൈപ്പ് ഓഫ് ആൽക്കഹോളിക് ഡ്രിങ്ക് ആണെങ്കിലും നമ്മൾ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണം ത്രൂ ഔട്ട് ദ പീരിയഡ് ഓഫ് പ്രഗ്നൻസി. സോ ഇതിന് പകരം ഇപ്പം ചിലവർക്ക് അത് ഇല്ലാതെ പറ്റില്ല, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നോൺ ആൽക്കഹോളിക് ബെവറേജസ് ഇപ്പോൾ അവൈലബിൾ ആണ് വിത്ത് ദ സെയിം ടേസ്റ്റ്. വൈൻ ആണെങ്കിലും ബിയർ ആണെങ്കിലും നോൺ ആൽക്കഹോളിക് വെറൈറ്റീസ് അവൈലബിൾ ആണ്. ചിലപ്പോൾ അത് യൂസ് ചെയ്താൽ പ്രശ്നം ഉണ്ടായിരിക്കില്ല. പക്ഷേ അവരുടെ കണ്ടന്റും കാര്യങ്ങളൊക്കെ റീഡ് ചെയ്ത് ഓരോ കണ്ടന്റും നമുക്ക് പ്രഗ്നൻസിക്ക് സേഫ് ആണോ എന്നൊക്കെ തീർച്ചപ്പെടുത്തിയിട്ട് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രം യൂസ് ചെയ്യാം.